സമക്ഷം പ്രിയപ്പെട്ടവരെ, കൊട്ടിയൂരിന്റെ സമരമണ്ണിൽ, കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 8 വർഷത്തെ ഭീകര ഭരണത്തിൽ കർഷകർ അനുഭവിച്ച ദുരിതത്തിന് ഫലം കാണാൻ അന്ത്യം വരുത്തും വരെ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ നമ്മുടെ പ്രിയപ്പെട്ട KPCC പ്രസിഡന്റും ശ്രീ K. സുധാകരൻ അവറുകൾ, നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സവേതം ഇതാ പ്രിയപ്പെട്ടവരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു മൗന പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത കൊണ്ട് മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് മൗനമാചരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്കിരിക്കാം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് കൊട്ടിയൂർ മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോണി ആമക്കാട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മലയോര സമര യാത്രയുടെ ഭാഗമായി ബഹുമാനരായ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PC രാമകൃഷ്ണൻ അവറുകൾ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട MP KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അവറുകൾ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട VD സതീശൻ സാർ അവറുകൾ, UDFന്റെ സമുന്നതരായ നേതാക്കൾ ബഹുമാനപ്പെട്ട MM ഹസൻ സാറ്, റോജി M. ജോൺ MLA, ബഹുമാനപ്പെട്ട നമ്മുടെ പേരാവൂരിൻ്റെ പ്രിയപ്പെട്ട MLA സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അനൂപ് ജേക്കബ് MLA, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി KC ജോസഫ് അവറുകൾ, ശ്രീ CP ജോണ്, ശ്രീ രാജൻ ബാബു, DCCയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു അവറുകൾ, UDFന്റെ സംസ്ഥാനത്തെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനരായ ജനപ്രതിനിധികൾ, MLA മാർ, അതുപോലെ തന്നെ UDFന്റെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാനരായ നേതാക്കളെയും UDFന്റെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാ കർഷക സുഹൃത്തുക്കളെയും നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PC രാമകൃഷ്ണൻ അവരെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഈ ജാഥ നയിക്കുന്ന ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളെ, ഈ മഹത്തായ ഈ ജാഥയുടെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ
പ്രിയങ്കരനായ നേതാവ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP അവരുകളെ, പ്രിയപ്പെട്ട UDFന്റെ സംസ്ഥാന ചെയർമാൻ MM ഹസൻ, പ്രിയപ്പെട്ട MLA, പ്രിയങ്കരനായ DCC പ്രസിഡന്റ്, വേദിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഒരേയാളുടെയും പേരെടുത്ത് പറയുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും ഗുരുതരമായ വന്യമൃഗ ശല്യവും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ വിളകളുടെ വിലത്തകർച്ചയും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാര് വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ സംസാരിക്കും. ഈ മഹത്തായ വലിയ ഈ സമ്മേളനം കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പം മതി. പിന്നെ ഞാനും മുദ്രാവാക്യം വിളിക്കും. പ്രിയമുള്ളവരെ, സ്റ്റോപ്പ്. പ്രിയമുള്ളവരെ, ബഹുമാനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ MM ഹസൻ, റോജി M ജോൺ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ഷിബു ബേബി ജോൺ, KC ജോസഫ്, G ദേവരാജൻ, രാജൻ ബാബു, CP ജോൺ, മാർട്ടിൻ ജോർജ്, PT മാത്യു, ജോസ് മോൻ, റോയ് നമ്പുടാകം, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ എത്തേണ്ടതായിരുന്നു. അദ്ദേഹം എന്തോ ഒരു അത്യാവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നതുകൊണ്ട് എത്താൻ സാധിക്കില്ലെന്ന് അദ്ദേഹം എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നു. മറ്റ് നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജനങ്ങളെ, നല്ല ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടം പ്രതിപക്ഷ നേതാവ് ആരംഭിച്ച ഒരു സമരത്തിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെതിരായി, അതിനനുകൂലമായി, സർക്കാരിന്റെ നടപടിക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വകാര്യ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഒരു തീവ്രമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഞാൻ നോക്കിക്കാണുന്നത്. നമുക്കറിയാം നമ്മുടെ നാട് ഇന്ന് എവിടെയാണ്, എന്താണ് നാട്ടിൽ നടക്കുന്നത്, എന്താണ് എന്ന് നമുക്കറിയാം. വന്യമൃഗങ്ങളുടെ ആക്രമണം സാമൂഹ്യ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എവിടെ എപ്പം കാട്ടുമൃഗങ്ങൾ ആക്രമിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഏത് സമയത്തും സംഭവിക്കാം. സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ സാധ്യമല്ല, കടകളിൽ കുട്ടികൾക്ക് പോകാൻ സാധ്യമല്ല, കർഷകന്മാർക്ക് വയലിൽ പോകാൻ സാധ്യമല്ല. എല്ലായിടത്തും വന്യമൃഗങ്ങളുടെ അപകടകരമായ ആക്രമണം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രത തകർത്തിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ പ്രാധാന്യം സർക്കാരിനെ ബോധ്യപ്പെടുത്താനും അതിന് പരിഹാരം കാണാനുമുള്ള തീവ്രമായ ശ്രമവുമായി ഈ പടപ്പുറപ്പാട് അതിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക്
നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളൊന്നും ഇപ്പൊ ഇന്നത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്രയേറെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഇത്രയേറെ അനിയന്ത്രിതമായ വന്യമൃഗങ്ങളുടെ ആക്രമണം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ വളരെ കൂടി പോവുകയാണ്. എന്നാൽ വന്യമൃഗങ്ങളെ വെടിവെക്കാമോ? വന്യമൃഗങ്ങളെ ഇല്ലാതാക്കാമോ? ഇല്ലാതാക്കിയാൽ നിയമ നടപടി ആരാണോ ചെയ്തത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി നീളും. അപ്പോ ആക്രമിക്കാനും പ്രതിരോധിക്കാനും സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം. എങ്ങനെ ഇത് പരിഹരിക്കും? ഈ പരിഹാരത്തിനുള്ള ഒരു മാർഗം കണ്ടെത്തണ്ടേ? കേന്ദ്ര സർക്കാരല്ല, കേന്ദ്രത്തിലെ ഒരു മന്ത്രിയോട് യാദൃച്ഛികമായി ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ നാട്ടിലെ കാടിന്റെ പ്രദേശം, കാടും അതുപോലെ വനവും വനത്തിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ഞാൻ വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കവിടെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആയുധമെടുക്കേണ്ടി വരും ആളുകൾ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എൻ്റെ വായ ഇങ്ങനെ മൂടിയിട്ട് പറഞ്ഞു, നോ നോ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ലോ വിൽ നോട്ട് അലൗ. നിയമം അനുസരിക്കില്ല, നിയമം അത് അംഗീകരിക്കില്ല. നമ്മുടെ നിയമം അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം ഇവിടെ മൃഗങ്ങളെ വെടിവെക്കാൻ പറ്റില്ല, മൃഗങ്ങളെ ദ്രോഹിക്കാൻ പറ്റില്ല. മൃഗങ്ങളെ ദ്രോഹിക്കാൻ പറ്റാതെ നമുക്ക് ജീവിക്കാനോട്ട് പറ്റുകയില്ല. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം. എന്തു പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റി ഞങ്ങൾ ഭരണകൂടത്തിന്റെ മുമ്പിൽ പടപരുതാനും നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ അതിനുള്ള മാർഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിൽ തലമാറ്റുന്നതും തലതിരിക്കുന്നതും ശരിയല്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായും സർക്കാരിനെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. മലയോര ജനതയെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പിണറായി സർക്കാരിന് താല്പര്യമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു താല്പര്യം വേണ്ടേ? ഭരിക്കുന്ന ഗവൺമെന്റിന് എന്താണ് ഇതിന്റെ പരിഹാരം എന്നറിയണ്ടേ? ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പോലും പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്നോ കേരളത്തിൽ? പാവം ഒരു നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് നമ്മുടെ ഒരു സഹോദരിയെ കടുവ കടിച്ചു കീറി കൊന്നു. പ്രതികരിച്ചു. ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിന് തട്ടുന്ന രണ്ട് വാക്ക് പറഞ്ഞില്ല. എന്തുകൊണ്ടാ? അത്രമാത്രം നിഷ്ക്രിയമാണ് മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ കാണണം. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇവിടെ ഒരു മോചനം ലഭിക്കുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല. നമുക്ക് പരിഹാരം വേണം. എന്തുകൊണ്ടും എങ്ങനെയും പരിഹാരം ഉണ്ടായേ മതിയാവൂ. ആ പരിഹാരത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. എല്ലാ മാർഗങ്ങളും സക്സസ് ആവണമെന്നില്ല. ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ നടത്തി, പക്ഷേ വിജയിച്ചിട്ടില്ല. എന്താ പരീക്ഷണം ഈ കല്ലിന്റെയും മണ്ണിന്റെയും വേലി ടച്ച് പൊളിച്ചകത്ത് കടന്ന് ഈ കൃഷി നശിപ്പിക്കുന്നു ഒരു ഭാഗത്ത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വയറിന്റെ കമ്പി, ഇലക്ട്രിക് കമ്പി വെച്ച്, ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് ഞങ്ങൾ വേലി കെട്ടിച്ചു. ഇലക്ട്രിക് ഫെൻസിങ്. അപ്പോ ആന വന്നു. ആന തുമ്പിക്കൈ കൊണ്ട് ഇതിന്റെ അടുത്തൂട്ടൊക്കെ നോക്കി, തുമ്പി കൈ തെറിക്കുമ്പോ ആന അങ്ങോട്ട് മാറി. ഒടുവിൽ ആന അത് പൊട്ടിച്ചു. ആന ആ കമ്പി പൊട്ടിച്ചപ്പോ അതിനകത്തേക്ക് ചവിട്ടി കയറിപ്പോയി. സ്വാഭാവികമായും ആ ഒരു അറ്റംപ്റ്റ് നമുക്ക് പരാജയപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ മണ്ണിനെ കൊണ്ടും കല്ല് വെച്ചിട്ടും മതിൽ കെട്ടി. ആ മതിലും ആദ്യം ഈ ആന പോയി ഈ തുമ്പിക്കൈയോട് ഇതൊക്കെ ആട്ടി തിരിച്ചൊക്കെ നോക്കി. എന്നിട്ട് ആന തിരിച്ചുപോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആന അത് ഇടിച്ചു പൊളിച്ചിട്ട് അകത്തേക്ക് കടന്നു. അപ്പൊ 2ാമത്തെ അറ്റംപ്റ്റും നമ്മളത് പരാജയപ്പെട്ടു. 3ാമത്തെ അറ്റംപ്റ്റ് നമ്മൾ വെള്ളത്തിന്റെ ചാൽ കീറി, ഒരു വലിയ വീതിക്കും നീളത്തിലും ആഴത്തിലും ചാല് കീറി നമ്മൾ വെള്ളം നിറച്ചു. ആദ്യത്തെ കുറച്ച് ദിവസം ആന വന്ന് വെള്ളം നോക്കി തിരിച്ചുപോയി. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോ ആന കാലുകൊണ്ട് മണ്ണിടിച്ച് ആ വെള്ളത്തിന്റെ മുകളിൽ മണ്ണിടിച്ച് നിന്ന് ആന കടന്നുപോയി. എല്ലാ അവിടെ ആന കാട്ടായിട്ടുന്ന എല്ലാ പോക്കിരുത്തോ മണ്ണിന്റെ അപ്പുറ സ്ഥലത്ത് വന്ന് ഭൂമിയിൽ വന്ന് ചെയ്തു. അപ്പോ എന്ത് ചെയ്താലും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ബുദ്ധി ആനകൾക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട് എന്ന് നമുക്ക് തോന്നണം. ഭരിക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ അതില്ലാതുള്ളൂ എന്നർത്ഥം.
ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഇതിനെന്താണ് പ്രതിരോധിക്കാൻ ഒരു മാർഗം? വല്ല ചർച്ചയും നടക്കുന്നുണ്ടോ? വല്ല ശാസ്ത്രീയമായി ഇതിന് പരിഹാരം കാണാൻ അവർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ. ഒരു പരിശോധനയുമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ശൂന്യതയാണ്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, ഈ നാടിന് സംരക്ഷണം വേണം, ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് സാധനം വാങ്ങാൻ പോകണം, ഞങ്ങളുടെ സഹോദരികൾക്ക് ജോലിക്ക് പോകണം. ഈ പോകാനുള്ള സ്വാതന്ത്ര്യം, ഈ പോകാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം. സർക്കാരിന് സാധിക്കുമോ? ഇല്ലെങ്കിൽ കൈകൂപ്പി പറയണം, ഞങ്ങൾക്കാവില്ല. ആവാൻ സാധിക്കുന്നവർ, ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നവർ കാണട്ടെ, അവരിലൂടെ പരിഹാരം ഉണ്ടാക്കട്ടെ. നമുക്കിത് പരിശോധിക്കാം. പിണറായി വിജയൻ സാധിക്കുന്നില്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്യണ്ടേ? 8 വർഷമായില്ലേ ഈ കേരളം ഭരിക്കുന്നു? 8 വർഷം ഭരിച്ചിട്ട് ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്തു കേരളത്തിൽ? നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, നമ്മുടെ പ്രിയപ്പെട്ട കെ കരുണാകരന്റെ കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എത്രമാത്രം ഇന്നും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് മായാതെ മറയാതെ നിലനിൽക്കുന്നില്ലേ? ആശുപത്രികളും എയറോഡ്രാമും അതുപോലെ തന്നെ മറ്റ് നിരവധി സാധനങ്ങൾ, മെഡിക്കൽ കോളേജും, ഇതൊക്കെ ഞങ്ങളെ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതാണ്. ആ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതുപോലെ എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ നാടോടും നാട്ടിലെ ജനങ്ങളോടും ഉള്ളിൽ തട്ടിയ കൂറുണ്ടെന്ന് പറയാൻ നമുക്കൊന്നും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് പരിശോധിക്കണം, ജനം പ്രതികരിക്കണം, ജനം അതിനെതിരായുള്ള ശബ്ദം ഉണ്ടാക്കണം. ആ ശബ്ദം അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിക്കണം. മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം. മുഖ്യമന്ത്രി ആവാനാവില്ലെങ്കിൽ രാജിവെച്ച് പോകണം. അതാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഞാൻ വാക്കുകളേറെ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി, വ്യാപകമായ കാർഷിക വിളകൾ നശിക്കുന്നു. നഷ്ടപരിഹാര തുക വളരെ വളരെ കുറവാണ്. ഭീതിയാണ് മലയോര മേഖലയിൽ നിലനിൽക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടാൻ ആർക്കും മനസ്സ് വരുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയാൽ അമ്മമാർക്ക് സമാധാനമില്ല. കണ്ടെത്തും ദൂരം വരെ മക്കളെ നോക്കും. തിരിച്ചു വരാനുള്ള സമയമാകുമ്പോ വീട്ടിന്റെ പുറത്തിരുന്ന് മക്കൾ വരുന്നുണ്ടോ എന്ന് ആശങ്കാപൂർവം അമ്മമാർ കാത്തിരിക്കും. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറി എന്നതാണ് സത്യം. പശുവിന് പുല്ല് വെട്ടാൻ പോകാനാവില്ല. ജനങ്ങൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് പല കാർഷിക മേഖലകളിലും. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനം. നിയമങ്ങൾ മനുഷ്യന് വേണ്ടി കൂടി ഉള്ളതാവണം. തമിഴ്നാട്ടിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സ്റ്റാലിൻ ഗവൺമെന്റ് ഉത്തരവിട്ടു. അവിടെ വെടിവെക്കുന്നു, തൊട്ടിപ്പുറത്ത് ഇവിടെ വെടിവെക്കുന്നില്ല. ഇവിടെ കാട്ടുപന്നികളുടെ അക്രമമേറ്റ് നമ്മുടെ ആളുകളുടെ കൃഷി നശിക്കുന്നു, നമ്മളെ ആളുകൾ കൊല്ലപ്പെടുന്നു. തൊട്ടപ്പുറത്ത് നിയമമുണ്ട്, പക്ഷേ ആ നിയമം കയ്യിലെടുത്ത് അവിടെ സ്റ്റാലിൻ സർക്കാർ നിയമവ്യവസ്ഥ പ്രാവർത്തികമാക്കിയപ്പോ അവിടെ അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പരിഹാരമില്ല. ആ പരിഹാരം നമുക്ക് വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ പക്ഷം. അതുകൊണ്ട് തന്നെ വനപാലകർ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല വന്യജീവികളുടെ സഞ്ചാരമാർഗം നിരീക്ഷിക്കണം. അതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിന്റെ പേരിൽ മലയോര ജനതയെ ശത്രുപക്ഷത്ത് നിർത്തിയ സർക്കാർ വന്യമൃഗ സംരക്ഷണത്തിൽ ഇവിടുത്തെ ജനം ജീവനും കയ്യിൽ പിടിച്ച് ജീവിക്കുമ്പോൾ നിസ്സംഗമായിട്ടാണ് സർക്കാർ പെരുമാറുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. വന്യജീവികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനൊപ്പം കേന്ദ്രത്തിനുമുണ്ട്. കേരളത്തിൽ 29% വനം. കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ 29% വനം. അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്.
എന്നിട്ടും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. വന്യമൃഗ ആക്രമണം തടയാൻ കൂടുതൽ പ്രതിരോധ മാർഗം ഒരുക്കണം. അതിനായി കൂടുതൽ പണം വകയിരുത്തി അത് പ്രാവർത്തികമാക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ എന്തൊക്കെ സങ്കേതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പഠിക്കണം. പഠിക്കാൻ അതിന് എക്സ്പേർട്ട് ആളുകളെ വെക്കണം. അതിന് കൊള്ളാവുന്ന ആളുകളുടെ കമ്മിറ്റി ഉണ്ടാക്കണം. അവർ ഓരോ രാജ്യവും പരിശോധിക്കണം. അവിടെ എങ്ങനെ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നു, ആ നിയന്ത്രിക്കുന്നത് വിജയകരമാണെങ്കിൽ ആ നിയന്ത്രണം കേരളത്തിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിക്കില്ല? എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല? അതുകൊണ്ട് നിശബ്ദത പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയൻ ശബ്ദിക്കണം. പിണറായി വിജയൻ ജനങ്ങളോട് മറുപടി പറയണം. എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ പദ്ധതി ജനങ്ങളുമായി ആശയവിനിമയം നടത്തണം. എന്നിട്ട് ഇവിടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. അല്ലാത്ത പക്ഷം ഈ നാട് ലക്ഷ്യമില്ലാത്തൊരു നാടായി മാറിപ്പോകും. കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം, അമ്മമാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം. അങ്ങനെ ഒരു കേരളത്തെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അദ്ദേഹം പുറപ്പെട്ട ഈ ജാഥ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജാഥയാ, ഈ നാടിന് വേണ്ടിയുള്ള ജാഥയാ, നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ജാഥയാണ്. ആ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആദരവോടെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികമായി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അൻസാരി തില്ലങ്കേരി. ഏറെ ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PC രാമകൃഷ്ണൻ അവർകളെ, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗാന്ധീവധാരിയായ അർജുനനെ പോലെ കേരളത്തിലെ പിണറായിയോടും പിണറായിസത്തോടും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കെ സുധാകരൻ അവർകളെ, കേരളത്തിൻ്റെ നിയമസഭയിലും പുറത്തും ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഈ മലയോര ജനതയുടെ വികാരം ഏറ്റെടുത്ത് ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെ വേദിയിലെ MLA-മാരെ, നേതാക്കന്മാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു പുല്ലും വണ്ടിയുടെ പിറകിൽ കണിഞ്ഞ ഒരു മാരുതിയുടെ അവസ്ഥയിലാണ് ഞാൻ. വലിയ വലിയ നേതാക്കന്മാരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രയാസത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ഈ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് വരുന്നത്. നമുക്കറിയാം, നാട്ടിൽ പിണറായി വിജയൻ്റെ ശല്യം, കാട്ടിൽ പെടിയാനയുടെ ശല്യം. ഏകദേശം നമ്മുടെ നാട്ടിലെ റേഷൻ കടയിൽ സാധനങ്ങളില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നു. കാട്ടിൽ ആനയുടെ റേഷൻ കടയിൽ ആനയ്ക്ക് തീറ്റയില്ല. അതുപോലെ തന്നെ പുലിയുടെ റേഷൻ കടയിൽ പുലിക്ക് തീറ്റയില്ല. അവരെ നാട്ടിലോട്ട് ഇറങ്ങുന്നു. നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കും ഭക്ഷണമില്ല, ആനക്കും ഭക്ഷണമില്ല, പുലിക്കും ഭക്ഷണമില്ല. ആന ആളെ ചവിട്ടിക്കൊല്ലുന്നു, രക്തം കുടിക്കുന്നു. പുലി, നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഒരു ആദിവാസി സ്ത്രീ പല്ലും നഖവും ഒഴിച്ച് ബാക്കിയെല്ലാം തിന്ന് കാലിയാക്കി അതിൻ്റെ വഴിക്ക് പോയത്. പക്ഷെ ഇങ്ങനെ തിന്നുമ്പോഴും ഒരുപാട് വിക്ടിംസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ഭരണകൂടം നോക്കി നിൽക്കുകയാണ്. പിണറായി വിജയൻ, നമുക്ക് നേരത്തെ ബഹുമാന്യനായ കെ സുധാകരൻ അവർകളിവിടെ പറഞ്ഞതുപോലെ, മൃഗങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട്. നമുക്കറിയാം, ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞുങ്ങൾ, ഒരു പശു പ്രസവിച്ചാൽ ആ പശുവിൻ്റെ അകിട് എവിടെയാണ് എന്ന് പശു കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ പ്രസവിച്ചാൽ ആ മനുഷ്യൻ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ആ മുലക്കണ്ണ് വെച്ച് കൊടുക്കണം, എന്നാലേ ആ കുട്ടി അത് കുടിക്കുകയുള്ളൂ. അപ്പം അത്രമാത്രം ബുദ്ധിയോടുകൂടിയാണ് ഒരു മൃഗം ജനിക്കുന്നത്. നമുക്കറിയാം, അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെയും അവസ്ഥ. മൃഗങ്ങൾക്കുള്ള ബുദ്ധി കേരളത്തിൻ്റെ ഭരണകൂടങ്ങൾക്കില്ല.
അതുകൊണ്ടാണ് വീണയ്ക്ക് സ്വന്തമായിട്ട് എതിരാടാൻ കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ മകൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കർത്തയെ കൊണ്ടാണെങ്കിൽ കർത്തയെ കൊണ്ട് അങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഭരണകൂടത്തിന് തിരുത്താനുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം നെഞ്ചേറ്റ് സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഈ നാട് അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി ഉണ്ടാവണം. ഭരണകൂടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമുക്കറിയാം, നമ്മുടെ മുമ്പേ കടന്നുപോയ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനോട് കരുണാർദ്രതയോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറിയിരുന്ന ഒരു മുഖ്യമന്ത്രി. ഇപ്പം നമ്മൾ ഏകദേശം ഈ കാടും മേടും പോലെ തന്നെ നമുക്കിന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പിലും പോയിക്കൂടാ, കാട്ടിൻ്റെ മുമ്പിലും പോയിക്കൂടാ, ആനയുടെ മുമ്പിലും പോയിക്കൂടാത്ത അവസ്ഥയാണ്. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ കണ്ടു വളർന്ന നമുക്ക്, കരുണയുള്ള ഒരു മനുഷ്യനെ കണ്ടു വളർന്ന നമുക്ക്, കരുണാർദ്രമായ പ്രവർത്തനം നടത്തി മലയാളക്കരക്ക് മനസ്സുകൊടുത്ത ബഹുമാന്യനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഭരിച്ചു കടന്നുപോയ ഭൂമികയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷ്ട്യക്കാരൻ്റെ മുന്നിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് പോലും രക്ഷയില്ലാതെ, കുടുംബങ്ങൾക്ക് പോലും രക്ഷയില്ലാതാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടവുമായി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടത്തിൽ നിങ്ങളുടെയെല്ലാം പിന്തുണയും അതുപോലെ തന്നെ നിങ്ങളുടെയെല്ലാം കരുത്തുമുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. UDF-ന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ MM ഹസൻ അവർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ PC രാമകൃഷ്ണൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ, മലയോര സമരയാത്രയുടെ നായകൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, UDF-ന്റെ മിക്ക നേതാക്കളും ഈ വേദിയിലുണ്ട്. CP ജോണുണ്ട്, ഇപ്പോൾ ശ്രീ അൻസാർ തില്ലങ്കേരി നിങ്ങളോട് സംസാരിച്ചു, ശ്രീ രാജൻ ബാബു ഉണ്ട്, ശ്രീ രാജേന്ദ്രനുണ്ട്, അബു ജോസഫുണ്ട്, നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫിൻ്റെ പുത്രൻ, കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് അബു ജോസഫ്, MLA-മാരായിട്ടുള്ള ശ്രീ റോജി ജോൺ, M വിൻസെൻ്റ്, ശ്രീ സജീവ് ജോസഫ്, പ്രിയങ്കരനായ നിങ്ങളുടെ MLA ശ്രീ സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ, UDF ജില്ലാ ചെയർമാൻ മാത്യു, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി തുടങ്ങി UDF-ന്റെ പ്രമുഖരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ സമരയാത്രയുടെ, മലയോര സമരയാത്രയുടെ പ്രധാന ആവശ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വിശദമായി KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ സമരയാത്രയ്ക്ക് നമ്മൾ നിർബന്ധിതരായതിൻ്റെ കാരണങ്ങൾ ഈ യാത്ര നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയും. ഇവിടെ കേരളത്തിൽ 30 ലക്ഷം ജനങ്ങൾ മലയോരത്ത് ജീവിക്കുന്നു. 3 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട പിണറായി സർക്കാർ ഈ 30 ലക്ഷം ജനങ്ങളെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. തമിഴ്നാട്ടിലെ കാര്യം KPCC പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആക്രമിക്കാൻ വരുന്ന, ജീവനെടുക്കാൻ വരുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ തമിഴ്നാട് ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട്, 72-ലെ വന്യജീവി സംരക്ഷണ നിയമം. ആ നിയമത്തിലൊരു വകുപ്പുണ്ട്. ആ വകുപ്പനുസരിച്ചാണ് കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങുകയോ അല്ലെങ്കിൽ സംസ്ഥാനം ആ നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തുകയോ ചെയ്തിട്ടാണ് അവിടെ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തത്. ഈ ഗുരുതരമായ പ്രശ്നം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അതീവ ഗുരുതരമായ വന്യമൃഗങ്ങളുടെ ആക്രമണം അതിഗുരുതരമായി നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ്റെ സർക്കാർ
ഒരു നിയമം കൊണ്ടുവന്നു, വന നിയമ ഭേദഗതി. ആ നിയമത്തിനെ പ്രധാനമായി പിൻവലിക്കണം. അത് ആ കരി നിയമമാണ്. അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ സമരം പ്രഖ്യാപിച്ചത്. സമരം പ്രഖ്യാപിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ ബില്ല് പിൻവലിച്ചോടി. UDFിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ മുട്ടുമടങ്ങേണ്ടി വന്നു. കാരണം അത്രമാത്രം ജനരോഷം മലയോര പ്രദേശങ്ങളിൽ ആളിക്കത്തുന്നത് മനസ്സിലാക്കി. അതിനുശേഷമാണ് ഇവിടെ വയനാട്ടിൽ ഒരു ആദിവാസി സ്ത്രീയെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, കടുവ കടിച്ചു കൊന്നു. അതിനെ വെടിവെക്കാൻ ഉത്തരവിട്ടു. ഇന്നലെ വെടിവെച്ചു എന്നാണ് പത്രവാർത്ത. വാർത്തകൾ വ്യത്യസ്തമായി വരുന്നുണ്ട്. ഒരു വേറൊരു കടുവ അതിനെ ആക്രമിച്ചെന്നു, അതല്ല വെടിവെച്ചെന്നു. എന്തായാലും ആ കടുവ ചത്തു എന്നുള്ളത് ആശ്വാസം. ഇനിയും കടുവകൾ ധാരാളമുണ്ട്. പക്ഷേ എവിടെ നിന്ന് ഈ അധികാരം നിങ്ങൾ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തു? വനനിയമ ഭേദഗതി പിൻവലിക്കുമ്പോൾ UDF അന്വേഷിച്ച ആവശ്യപ്പെട്ട, അതായത് പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ പറഞ്ഞു, കേന്ദ്ര നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തി ഈ അക്രമകാരികളായ മനുഷ്യരെ ആക്രമിക്കാൻ വരുന്ന, കൊല്ലാൻ വരുന്ന വന്യജീവിയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം കൊടുക്കണം. മുഖ്യമന്ത്രി പറഞ്ഞു അത് കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു 6 അംഗങ്ങളുടെ ഒരു സമിതി ഉണ്ടാക്കണം, അവരിരിക്കണം, ആലോചിക്കണം. അവരിരുന്ന് ആലോചിക്കുന്നത് വരെ ആന അവിടെ നിൽക്കുമോ, കടുവ അവിടെ നിൽക്കുമോ, പുലി അവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് ചിരിക്കാത്ത പിണറായി വിജയൻ ചിരിച്ചു എന്ന് വരുത്തി. പക്ഷേ എങ്ങനെയാണ് ഇതാ ഇപ്പോൾ ഉത്തരവ് കൊടുത്തത്? കാരണം ആ നിയോജക മണ്ഡലത്തിലെ MLA മന്ത്രിയാണ്. മന്ത്രി ആളുകൾ വളഞ്ഞു വെച്ചു. പിന്നെ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അദ്ദേഹം വന്യജീവി സംരക്ഷണ മന്ത്രി എന്നാണ്. വനം വകുപ്പ് അദ്ദേഹത്തിൻ്റെ വകുപ്പാണോ എന്ന് അദ്ദേഹത്തിന് സംശയമാണ്. വനത്തിൽ ജീവിക്കുന്ന വന്യജീവികളെ അദ്ദേഹം സംരക്ഷിക്കണം. ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല, വനം സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ആക്രമിക്കാൻ വരുന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന മന്ത്രിയായി ശ്രീ ശശീന്ദ്രൻ അതപ്പതിച്ചു പോയി. ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. എനിക്ക് ശശീന്ദ്രനെ നല്ല സുഹൃത്താണ്. പക്ഷേ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടിട്ടാണ് കേരളത്തിലെ ഒരു അഭിവന്ദ്യനായ മതമേലധ്യക്ഷൻ പറഞ്ഞു, മയക്കുവെടി വയ്ക്കേണ്ടത് ആനയ്ക്കല്ല, വനം വകുപ്പ് മന്ത്രിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലേ? അങ്ങനെയുള്ള ഒരു മന്ത്രി വാസ്തവത്തിൽ ആന ചവിട്ടിക്കൊന്നു എന്ന് കേട്ടാൽ അദ്ദേഹം അതിൽ പറഞ്ഞില്ലേ, പിണറായി വിജയൻ മാത്രമല്ല വനം വകുപ്പ് മന്ത്രിയും ഈ കടുവ കൊന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു അനുശോചനം രേഖപ്പെടുത്താനെങ്കിലും ഇവർക്ക് സന്മനസ്സുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തീട്ടി പറയുന്നില്ല, 2-3 ആവശ്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കും. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതുണ്ടാക്കുന്നത് വരെ ഈ UDF ആരംഭിച്ചിട്ടുള്ള ഈ ജനകീയ പോരാട്ടം തുടരും. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇനി അവശേഷിക്കുന്ന 1.5 കൊല്ലം കൊണ്ട് അതുണ്ടാവുമോ എന്ന് കണ്ടറിയണം. ഉണ്ടാക്കാൻ വേണ്ടി, കാരണം അടിയന്തര സ്വഭാവം പരിഗണിച്ചാണ് ഈ സമരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ച് ഞങ്ങൾ UDF പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം 1.5 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും. UDFിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അപ്പോൾ തന്നെ ഈ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ, അതുവരെ കാത്തിരിക്കാൻ നിവർത്തിയില്ല, ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകും. ആന ചവിട്ടി കൊന്നാലും കടുവ അടിച്ചു കൊന്നാലും അവർക്കെല്ലാം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര ആളുകൾക്ക് നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല? 10,000-3000 പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ആ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ അപര്യാപ്തമാണ്. ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ ഇതോടൊപ്പം ഉന്നയിക്കുകയാണ്. ഈ സമരം വിജയത്തിലേക്കെത്താൻ കേരളത്തിലെ മുഴുവൻ മലയോര ജനതയും UDFിനോടൊപ്പം അണിചേരുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നമുക്ക് വിജയിക്കും വരെയുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മലയോര ജാഥയെ സ്വീകരിക്കാൻ വന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ PC രാമകൃഷ്ണൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാന്യ KPCC പ്രസിഡന്റ്, നമ്മുടെ MP ശ്രീ K സുധാകരൻ, ജാഥ ലീഡർ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ജാഥ അംഗങ്ങൾ, MLA മാർ, ജനപ്രതിനിധികൾ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ,
ഞാൻ പ്രസംഗിക്കുന്നില്ല, കാരണം ഞാൻ പ്രസംഗിച്ചാൽ കുറേയേറെ സമയം പ്രസംഗിക്കണം, നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ ഒരാളെ മാത്രം പരിചയപ്പെടുത്തുകയാണ്. ഞാനിരുന്ന സീറ്റിൻ്റെ അടുത്ത് ശ്രീ വിനോദ് മുഴക്കുന്നിൽ നിന്ന് വന്ന് എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് ഞാൻ പ്രതിപക്ഷ നേതാവിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആന ചവിട്ടി പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയ, തകർന്നു പോയ ശ്രീ വിനോദിൻ്റെ കാല് ഞാൻ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ പാൻസ് ഉയർത്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ വനം മന്ത്രിക്ക് ഈ കാല് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വനം അദാലത്തിൽ. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ, ഇദ്ദേഹം പരിക്കുപറ്റി കിടന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ച മകളെ കൂട്ടി കണ്ണൂരിൽ പോയി മുഖ്യമന്ത്രിക്ക് ഈ കാര്യം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. കേരള നിയമസഭയിൽ ഒരുപക്ഷെ അൻവർ സാദത്തും വിൻസെന്റും റോജിയും പ്രതിപക്ഷ നേതാവും ഓർമ്മിക്കുന്നുണ്ടാകും. ഞാൻ വിനോദിന്റെ കഥ കേരള നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭ ആകെ തരിച്ചിരുന്ന് കേട്ടു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, എന്തായി എന്ന്. അദ്ദേഹത്തെ ആന ചവിട്ടിയത് വനാതിർത്തിയിൽ നിന്നല്ല. അദ്ദേഹം ജീവിക്കുന്നത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ഏറെ ജനവാസ മേഖലയിലാണ്. കണ്ണൂരിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു ബന്ധുവിനെ യാത്രയച്ച് ഇദ്ദേഹം എടത്തൊട്ടിയിൽ ബൈക്ക് വെച്ചിരുന്നു. എടത്തൊട്ടി വരെ കാറിൽ വന്ന് എടത്തൊട്ടിയിലെ വീട്ടിൽ നിന്ന് ബൈക്കിൽ കയറി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീട് മുഴക്കുന്ന അമ്പലത്തിനടുത്താണ്, മുഴക്കുന്ന സർവീസ് ബാങ്കിനടുത്താണ്. വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിലാണ്. 3 മെക്കാഡം ടാർ റോഡുകൾ കടന്നിട്ടാണ് വിനോദിന്റെ വീട്. വിനോദിന്റെ വീടിനടുത്ത് ഒരു താഴേക്ക് ഒരിറക്കത്തിൽ വലിയ മൺതിട്ടയുള്ള ഇടവഴിയിലൂടെ വിനോദ് കടന്നു പോകുമ്പോൾ, ബൈക്കിൽ കടന്നു പോകുമ്പോൾ മുൻപിൽ ഒരു വലിയ കറുത്ത രൂപം. വിനോദ് ആനയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ആന വിനോദിന്റെ ബൈക്കും ലൈറ്റും കണ്ട് ഈ കാട്ടാന ഭയന്നുപോയി. വിനോദിനെ ഒന്ന് തട്ടിയിട്ടു ഈ ആന. വിനോദ് ആനയുടെ മുൻപിൽ വീണു. രണ്ടാമത് ആന വന്ന് വിനോദിനെ ചവിട്ടാൻ വേണ്ടി ആനയുടെ മുൻപിലത്തെ കൈ വിനോദിന്റെ നെഞ്ചത്ത് വെച്ചു. വിനോദ് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ആ കൈ ആന തന്നെ വലിച്ചുപോയി. ചവിട്ടാതെ ആ കൈ ആന തന്നെ വലിച്ചുപോയി. വിനോദ് ബൈക്കിൽ പോവാ. ആ വിനോദിന്റെ ആന ചവിട്ടിയ ആന കൈ ഇങ്ങനെ വലിച്ചു നീട്ടിയപ്പോൾ തട്ടിയ കാലാണ് പപ്പടം പോലെ തകർന്നു പോയി. ഇദ്ദേഹത്തിന് ചെലവായ പൈസ എത്രയാണെന്നറിയോ? 15 ലക്ഷം രൂപയിലധികം. കണ്ണൂരിലെ ആശുപത്രിയിൽ, മംഗലാപുരം ആശുപത്രിയിൽ വിനോദെന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ കാല് സംരക്ഷിക്കാൻ 15 ലക്ഷത്തിലേറെ രൂപയാണ് ചെലവ് ചെയ്തത്. നിയമസഭയിൽ അവതരിപ്പിച്ചു. 2 തവണ മന്ത്രിമാരെ കണ്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബൈക്കൊക്കെ അല്ല, ഒരു ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ ജീവിക്കുന്നു. ഇതിനേക്കാൾ സുന്ദരനായിരുന്നു, ആരോഗ്യവാനായിരുന്നു. ആ പരിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്കാകെ ചെയ്യാനുണ്ടായിരുന്ന നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞു. MLA-മാര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ MLA ഫണ്ടിൽ നിന്നൊരു ചെറിയ റോഡ് കൊടുത്തു. അത്രമാത്രം എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് നടന്നു പോകാൻ കഴിയും. അത് വിനോദിന്റെ മാത്രം കഥയല്ല. ആർളത്ത് ഞാൻ സംസാരിച്ചില്ല. വൈഷ്ണവ എന്ന ചെറുപ്പക്കാരൻ ആർളം ഫാമിൽ ജോലി ചെയ്യാൻ പോയ വൈഷ്ണവിനെ ആന ചവിട്ടി തെറിപ്പിച്ചു. ആ ചവിട്ടിൽ വൈഷ്ണവ് തെറിച്ചുപോയി. ആ ബൈക്കിന്റെ അടുത്ത് ഇരുന്ന വൈഷ്ണവിനെ ആന ഫുട്ബോൾ അടിക്കുന്ന പോലെ മുന്നോട്ടാഞ്ഞ് ഓടി വന്ന് ആ വൈഷ്ണവിന്റെ പുറത്തൊരൊറ്റ തൊഴി, ഫുട്ബോൾ തൊഴിക്കുന്ന പോലെ. ആ വൈഷ്ണവിന്റെ ചെലവ് എത്രയാന്ന് പറയാൽ ആശുപത്രിയിൽ, കണ്ണൂർ മിംസ് ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജിലും ആ വൈഷ്ണവിന്റെ ചികിത്സാ ചെലവ് ഒരു 15 ലക്ഷം രൂപ. ആദിവാസി സമൂഹത്തിന്റെ ഭാഗമായ കുട്ടിയായതുകൊണ്ട്, ചെറുപ്പക്കാരൻ, 26 വയസ്സ്, ആ പൈസ വനം വകുപ്പ് കൊടുത്തു. വിനോദിന്റെ ചെലവിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല, പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല. വിനോദും വൈഷ്ണവും ഒക്കെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണെങ്കിൽ എത്ര പേര് നമ്മളെ വേർവിട്ടു പോയി. അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, നാട്ടുകാർക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാട്ടാന, കാട്ടുപന്നി, കാട്ടുകുരങ്ങ്, മലയണ്ണാൻ, മയില്, കുരങ്ങിന് യാതൊരു പ്രതിവിധിയുമില്ല. കഴിഞ്ഞ ദിവസം വേലിക്കകത്ത് മാത്യു ചേട്ടൻ, നമ്മുടെ
സണ്ണിയുടെ ചേട്ടനല്ലേ? ഞാനല്ല, സണ്ണി ജോസഫിന്റെ അല്ല, പഴയ മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്തിന്റെ ചേട്ടനാണ്. മാത്യു ചേട്ടനെയും പറമ്പിൽ വെച്ചാണ് ആന തട്ടിയത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ബലം, ആരോഗ്യത്തിന്റെ കരുത്ത് 8-10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വന്ന് നിരവധി ആളുകൾ. കഴിഞ്ഞ ദിവസം ആർലത്തെ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ വന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യം റോജി ജോണിന്റെ നിയോജകമണ്ഡലത്തിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വയനാട്ടിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ് ആർലം ഫാമിൽ മീറ്റിംഗ്. ഞാൻ ആ മീറ്റിംഗിൽ ഇരുന്നു കൊണ്ട് ലളിതമായൊരു ചോദ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു. പാർലത്തെ ജനവാസ മേഖലയിൽ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ ഇപ്പൊ എത്ര ആനയുണ്ടെന്ന് ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞു 30 ആനയുണ്ട് സാറേ. വേറെ ഒരാൾ തിരുത്തി പറഞ്ഞു അല്ല 40 ആനയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ജനവാസ മേഖലയിൽ ആസ് ഇറ്റ് ഈസ് അറ്റ് പ്രസന്റ് ജനവാസ മേഖലയില് 40 ആനകളുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നെ അനുവദിച്ച് ഞാൻ തന്നെ കേരള നിയമസഭയിൽ 2 അടിയന്തര പ്രമേയങ്ങൾ, ഒരുപക്ഷെ ഈ സഭയുടെ കാലത്തായിരിക്കും, ഈ 15ാം കേരള നിയമസഭയുടെ കാലത്താണ് ഞാൻ തന്നെ 2 അടിയന്തര പ്രമേയങ്ങൾ. പെരിങ്കരിയിലെ ജസ്റ്റിനെ കൊന്നപ്പോൾ എവിടെയാണ്? പെരിങ്കരി എന്ന് പറയുന്ന സ്ഥലം പായം പഞ്ചായത്തിൽ വനാതിർത്തിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ്, ജനവാസ മേഖലയിലാണ്. ഞായറാഴ്ചയാണ്. ജസ്റ്റിനും ഭാര്യ അൽഫോൻസയും പള്ളിയിൽ പോവുകയാണ് രാവിലെ 7 മണിക്ക്. അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ വനാതിർത്തിയിലല്ല, അവിടെ ആനയില്ല. പക്ഷേ ഒരാന വനത്തിൽ നിന്ന് വന്ന് ജസ്റ്റിന്റെ ബൈക്ക് തട്ടി വീഴിച്ച് ജസ്റ്റിനെ അവിടെ തന്നെ ആ പറമ്പിൽ റബ്ബർ തോട്ടത്തിൽ കുത്തിമലർത്തി ജസ്റ്റിനെ. അൽഫോൻസയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. ആ അൽഫോൻസയ്ക്ക് ഒരു താൽക്കാലിക ജോലി കേരളത്തിൽ എവിടെയെങ്കിലും കൊടുക്കണം. വനമന്ത്രി ആ വീട്ടിൽ വന്നിരുന്നു, പ്രതിപക്ഷ നേതാവ് വീട്ടിൽ പോയിരുന്നു, ബഹുമാന കെ സുധാകരൻ MP ആ വീട്ടിൽ പോയിരുന്നു. അന്ന് മന്ത്രിയായിരുന്ന ഗോവിന്ദ മാസ്റ്റർ ജസ്റ്റിന്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ എഴുതി കൊടുത്തു. ആ വീട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു താൽക്കാലിക ജോലിയെങ്കിലും ജസ്റ്റിന്റെ ഭാര്യ അൽഫോൻസയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, 2 കുട്ടികളെ പോറ്റാൻ. പക്ഷെ ഗവൺമെന്റ് കണ്ണടച്ചു. അവസാനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് ഈ കാര്യം മനസ്സിലാക്കി. പിതാവിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിലുള്ള സ്കൂളിൽ ചെമ്പേരിയിൽ ഇപ്പോൾ അൽഫോൻസയ്ക്ക് ഒരു ജോലി കൊടുത്തു. അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അൽഫോൻസ പരിക്ക് പറ്റി കിടന്നപ്പോൾ അൽഫോൻസയുടെ വീട്ടിലേക്കും ഇപ്പോൾ അൽഫോൻസ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ MLA ഫണ്ടിൽ നിന്ന് ഒരു റോഡ് കൊടുത്തു. ദാറ്റ് മച്ച് ഓൺലി ഐ ക്യാൻ ഡു. നടന്നു പോകാൻ വേണ്ടി നിയമവ്യവസ്ഥ വേണം. ഞാൻ തന്നെ 2 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ മാത്യു കുളനാടൻ, ഇപ്പൊ കോതമംഗലത്ത് മോറ്റൊഴിയാണല്ലോ ഈ വിഷയം രൂക്ഷമായിട്ട് വന്നത്, കുളനാടൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. വയനാട്ടിലെ പയ്യമ്പള്ളിയിൽ ആന തട്ടി അനീഷിനെ കൊലപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അവിടെ വന്നു. അന്ന് TC MLA, കൽപ്പറ്റ MLA അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നു, ഗവൺമെന്റ് ഈ വിഷയത്തിൽ അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ശരിയാണ്, പ്രതിപക്ഷ അടിയന്തര പ്രമേയം കൊണ്ടുവന്നല്ലോ, ഒരു 1.5 മണിക്കൂർ നമുക്ക് നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യാം. ചില വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്താൽ ഭരണകക്ഷിയിൽ നിന്ന് കൂടുതൽ ആളുകൾക്കും പ്രതിപക്ഷത്തിൽ നിന്ന് കുറെ പേർക്കും സംസാരിക്കാൻ, ഈ വിഷയവുമായി രൂക്ഷമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാകും. പക്ഷേ അതിന് പിണറായി സർക്കാർ 4 അടിയന്തര പ്രമേയങ്ങൾ, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരെല്ലാം ആലോചിച്ചിട്ട് PJ ജോസഫ്, ഇവരെല്ലാം ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. രാഷ്ട്രീയ വിഷയമല്ല, വന്യജീവി അക്രമത്തിന്റെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് നമ്മുടെ മാനന്തവാടിയിലെ അജീഷ് എന്ന തോമസിനെ വീട്ടുപറമ്പിൽ കടുവ പിടിച്ച സന്ദർഭത്തിലാണ്. ആ കടുവ പിടിച്ച സന്ദർഭത്തിലാണ് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അനുമതിയോടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അതും ചർച്ചയ്ക്ക് അനുവദിച്ചില്ല. അപ്പൊ സർക്കാരിന് ഈ വിഷയത്തിൽ ഗൗരവമായ അനുഭാവപൂർവമായ ഒരു സമീപനം, ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്കെടുക്കണ്ടേ? മിനിമം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഈ വിഷയം അത്ര രൂക്ഷമല്ല. ശ്രീ കെ സുധാകരൻ വനമന്ത്രിയായിരുന്നപ്പോഴും അന്ന് ഇത്ര രൂക്ഷമല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെട്ടിയാമ്പറമ്പിലെ ജോർജ് വീട്ടുപറമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. അത്രയും ഗുരുതരമല്ല, എന്നാൽ ഗുരുതരമാണ് പരിക്ക്. ഇന്നത്തെ വിനോദിന്റെ പരിക്ക് പോലെ, മാത്യു ചേട്ടന്റെ പരിക്ക് പോലെ ഗുരുതരമല്ല. എന്നിട്ടും ഉമ്മൻചാണ്ടി
അന്നാണ് ചെട്ടിയാമ്പറമ്പിൽ വളയഞ്ചാൽ മുതൽ മുട്ടുമാറ്റി വരെ, മുട്ടുമാറ്റി വളയഞ്ചാൽ കരിയങ്കാപ്പ് വരെ കേളകം പഞ്ചായത്തിനെയും ആർളത്തെയും അതിർത്തിയിലെ അന്നത്തെ 13 കോടി 2013 13 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ പണിയാൻ അന്ന് 13 കോടി രൂപ അന്ന് അനുവദിച്ചുകൊണ്ടാണ് ആ വിഷയത്തിന്, അതുകൊണ്ടാണ് അവിടെ വീട്ടുകാർ കടന്നുറങ്ങുന്ന അവസരം ഉണ്ടായിട്ടുള്ളത്. കാട്ടുപന്നിയെ വെടിവെക്കാൻ കേരളത്തിലെ സർക്കാരിന് where there's a will there's a way, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. എൻ്റെ അഭിപ്രായം ഇപ്പൊ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്തിയാൽ ലൈസൻസ് ഉള്ള തോക്ക് വേണം. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ള തോക്കുണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക്. പിന്നെ എവിടെ നിന്ന് പന്നിയെ വെടിവെക്കും? എൻ്റെ അഭിപ്രായത്തിൽ CP ജോൺ പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എൻ്റെ അഭിപ്രായത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AIC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. കുരങ്ങിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയില്ല. കുരങ്ങിന്റെ കാര്യത്തിൽ അതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞു, ആർളത്ത് പ്രസംഗിച്ചോ പറഞ്ഞു, MP-മാരുടെ യോഗം വിളിക്കുമെന്ന് പറഞ്ഞു. MP-മാരുടെ യോഗം വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട MLA-മാരെയും എന്നെയും റോജിയെയും ഉൾനാടനെയും അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെട്ട ശ്രേയസിനെയും സജീവ് ജോസഫിനെയും പയ്യാവൂരിലൊക്കെ രൂക്ഷമായിട്ട് വിഷയമുണ്ട്. ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയാൽ ഞങ്ങൾ ഈ ജീവിക്കുന്ന രക്തസാക്ഷികളോടൊപ്പമാണ്. അതിനുള്ള ഒരു വികാരം ഉണർത്താൻ, സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമാണ് ഈ ജാഥ. ആ ജാഥയ്ക്ക് നിങ്ങൾ നൽകിയ ഹൃദയത്തിൽ ചാലിച്ച ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സജി ജോസഫ് MLA, ബഹുമാന്യരെ, വൈകിയ വേളയിൽ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. കേരളത്തിൽ ഒരു മുന്നണി സംസ്ഥാന വ്യാപകമായി മലയോരത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ആദ്യ യാത്രയാണ് ഈ മലയോര സമരയാത്ര. മലയോര നിവാസികളുടെ, കർഷകരുടെ പ്രശ്നങ്ങളുടെ ഗൗരവം, ആ വിഷയത്തിൻ്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും UDF നേതൃത്വവും ഇത്തരത്തിൽ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ മലയോര നിവാസികൾ UDF-ന്റെ സംസ്ഥാന നേതൃത്വത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ മാത്രം ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം എല്ലാ ജാഥകളും രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി ഗവൺമെൻറ്റിന് എതിരെയുള്ള പ്രക്ഷോഭമാണെങ്കിൽ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പതിറ്റാണ്ടുകളായി നേരിടുന്ന നീറുന്ന പ്രശ്നം, ജീവൻ പ്രശ്നം മാത്രമല്ല, ആറ്റുനോറ്റ് വളർത്തി നനച്ച് വളർത്തുന്ന ഓരോ കൃഷിയിടവും ഓരോ വിളകളും നശിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തകരുകയാണ്, നമ്മളുടെ ഹൃദയം തകരുകയാണ്. ഇനിയും നമുക്കത് കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ എത്തി നമ്മുടെ വിളകൾ നശിപ്പിച്ച് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ഇനിയും വന്യജീവി സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ നമ്മുടെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിക്കുന്ന, ഈ നാടിൻ്റെ പ്രതിഷേധം ഉയർത്തുന്ന ഇരു സർക്കാരുകളുടെയും കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള അതിശക്തമായ താക്കീതാണ് ഈ മലയോര സമരയാത്ര. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമുക്കുറപ്പുണ്ട്, മലയോര നിവാസികളുടെ വിഷയങ്ങളെ
നിഷ്കരണം തള്ളിക്കളയാൻ ഇടതുപക്ഷ സർക്കാരിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച ശബ്ദമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും UDF നേതൃത്വവും ഈ ജാഥയിൽ ഉയർത്തുന്നത്. നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലം ഒരുമിച്ച് ശക്തമായി പോരാടാൻ നമുക്ക് തയ്യാറാകാം. വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൺവീനറും KPCC പ്രസിഡന്റും ഒക്കെ ഈ യാത്രയിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഈ ഭരണം അവസാനത്തെ നാളുകളിലേക്ക് അടുക്കുകയാണ്. UDFന്റെ ഭരണം വരുന്നതോടെ ഈ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാൻ, കർഷകരെ രക്ഷിക്കാൻ, അക്രമകാരികളായ മൃഗങ്ങളെ തടയാൻ UDFന്റെ നേതൃത്വത്തിൽ വരുന്ന ഗവൺമെന്റ് ശക്തമായി നടപടി സ്വീകരിക്കും എന്ന പ്രത്യാശ ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. UDF. പ്രിയപ്പെട്ട രാജൻ ബാബു. ആദരണീയായ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ, ആദരണീയായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ആദരണീയായ UDF കൺവീനർ ശ്രീ MM ഹസൻ, ശ്രീ CP ജോൺ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ, MLAമാർ, ജനാധിപത്യ പ്രവർത്തകരെ, സ്നേഹിതരെ, ഒരു നല്ല തുടക്കം പകുതി വിജയത്തിന് തുല്യമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാഥയ്ക്ക് ഒരു നല്ല തുടക്കം ഉണ്ടാകാനായിട്ട് കാരണമുണ്ടായിരിക്കുകയാണ്. ശ്രീ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ ജാഥ തുടങ്ങുമ്പോൾ പ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്ന് കേരളത്തിലെ വനഭേദഗതി നിയമം പിൻവലിക്കണമെന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ആവശ്യം അത് പിൻവലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മനുഷ്യ വന്യമൃഗ സംഘർഷം എല്ലാ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആന, കാട്ടുപന്നി, കുരങ്ങ്, മയില് ഉൾപ്പെടെ അതിൻ്റെ എല്ലാം ഉപദ്രവം കൊണ്ട് മനുഷ്യ ജീവൻ ഇല്ലാതാകുന്നു, ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നു, സ്വത്തുക്കൾ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു, വളർത്തുമൃഗങ്ങൾ ഇതില്ലായിരുന്നു. ഈ ആവശ്യം ഒരുപക്ഷേ കേരള നിയമസഭയിൽ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ സണ്ണി ജോസഫിൻ്റെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള സ്ഥലത്താണ്. ഇത് ഇന്നലെ വനവകുപ്പ് മന്ത്രി പറഞ്ഞു, ഞങ്ങൾ വെടിവെക്കാനായിട്ട് ഉത്തരവ് കൊടുത്തുവെന്നുണ്ട്. എവിടെ നിന്നു കിട്ടിയ ആ അധികാരം? ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിട്ടുകയാണ്. പക്ഷേ 72 വൈൽഡ് ലൈഫ് ആക്ട്, പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് 11ാം വകുപ്പ് അനുസരിച്ച് ചീഫ് വൈൽഡ് വാർഡന് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമലിനെ വെടിവെക്കാനുള്ള അവകാശം നിയമത്തിൽ കൊടുക്കുന്നുണ്ട്. അതേ നിയമത്തിൻ്റെ 5ാം വകുപ്പ് ഉപവകുപ്പ് 2 പ്രകാരം ആ അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും കൊടുക്കുന്നുണ്ട്. ആ അധികാരം വെച്ചായിരിക്കണം ഇന്നലെ കടുവയെ വെടിവെക്കാനായിട്ട്. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് അവർക്ക് ഉപയോഗിക്കാവുന്ന ഈ നിയമത്തിലെ 5(2) വകുപ്പ് ഇതുവരെ ഉപയോഗിക്കാനുണ്ട്? പഞ്ചായത്ത് സെക്രട്ടറിക്കുൾപ്പെടെ ഈ അധികാരം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ളത് ആണ് നമ്മുടെ ആവശ്യം. 24 മണിക്കൂറും മരണഭീതിയിൽ കഴിയുന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ്. അതുകൊണ്ട് ഈ അടിയന്തര ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശ്രീ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ ജാഥയ്ക്ക് പൂർണ്ണ വിജയമുണ്ടാകും. ഇത് സാധാരണ ഒരു പ്രതിഷേധ യാത്രയല്ല. ഇതിൽ ആവശ്യങ്ങൾ, ഇതിനൊരു പരിഹാരത്തിനുള്ള കാരണമായിട്ടുള്ളത് പരിഹാര മാർഗങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ അവസാനിക്കുന്നത്. അതിന് തീർച്ചയായും ഈ സർക്കാർ കാണേണ്ടി വരും. മുഖ്യമന്ത്രി കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളില്ല
നടത്തുകയില്ല. അതുകൊണ്ടാണ് വനഭേദഗതി നിയമം പിൻവലിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞതിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഈ ജാഥയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം. അതല്ല എങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ UDF ഗവൺമെൻറ് ഈ പറഞ്ഞ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. പ്രിയപ്പെട്ടവരെ, കർഷകരിൽ നിന്ന് കൊട്ടിയൂരിലെ കർഷക കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച് സംസാരിച്ച് തയ്യാറാക്കിയ ചില പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. അത് കർഷക കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇവിടെ വായിച്ച് അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് കൈമാറുന്നതാണ്. ബഹുമാന്യരെ, സദസ്സിലും ഉള്ള ബഹുമാന്യ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തരായ നേതാക്കളെ, കൊട്ടിയൂരിലെ മലയോര കർഷകരുടെ വേദനയും വിഷമവും ഞങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സാർ, നമ്മുടെ നാട്ടിലെ മലയോര ജനത നാളിതുവരെ അഭിമുഖീകരിച്ചതും ഭയാനകമായ രീതിയിലൂടെ വന്യജീവി ആക്രമണവും പ്രതിസന്ധികളും നേരിടുകയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ആയതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ അങ്ങേക്കാകും വിധം പരിഹാരമാർഗങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. 1. വന്യജീവികളെ കാട്ടിൽ പാർപ്പിക്കാൻ വനംവകുപ്പ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുക. വനാതിർത്തികൾ സായുധരായ വനപാലകരെ നിയമിക്കുകയും പെട്രോളിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുകയും ചെയ്യുക. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ നശിപ്പിക്കാൻ കർഷകരെ അനുവദിക്കുക. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം 50 ലക്ഷമാക്കുക. ഇപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ആനുപാതികമായി 25 ലക്ഷം രൂപ നൽകുക. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി ഉറപ്പ് വരുത്തുക. വനാതിർത്തിയിൽ കിടങ്ങുകളും സോളാർ വേലികളും ആനമതിലും നിർമ്മിക്കുക. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക. കാർഷിക പെൻഷൻ 5000 രൂപയായി നിജപ്പെടുത്തുക. കർഷക പെൻഷനോടൊപ്പം ക്ഷീരമേഖലയിൽ ക്ഷീരക്ഷേമനിധിയിൽ പണമടയ്ക്കുന്നവർക്ക് ഈ 2 പെൻഷനും ഒന്നിച്ച് അനുവദിക്കുക. നേരത്തെ ഈ 2 പെൻഷനും ഒന്നിച്ച് നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയിരുന്നതാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 1 പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. വന്യജീവികളാൽ നഷ്ടപ്പെട്ട കാർഷിക വിളകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുക. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി താങ്ങുവില ഉറപ്പുവരുത്തുക. ബഫർ സോൺ 0 പോയിന്റ് നിലനിർത്തുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നിരവധി നേതാക്കന്മാരിവിടെ പ്രസംഗിക്കാനുണ്ട്. അവരാരും പ്രസംഗിക്കുന്നില്ല. അവസാനമായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ CPC രാമകൃഷ്ണൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട KPCCയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ MP, ശ്രീ സണ്ണി ജോസഫ് അടക്കമുള്ള MLAമാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, നിങ്ങളെല്ലാം ഈ നാടിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നന്നായി ഈ കാര്യങ്ങൾ അറിയാവുന്നവരുമാണ്. 2, എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാവരും വളരെ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നിയമസഭ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രാവശ്യം ഈ മലയോരത്തെ സങ്കടങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. പക്ഷെ എപ്പോഴും ഒരുപോലെ റെഡിമെയ്ഡായ മറുപടിയാണ്. നിങ്ങൾക്കറിയാമോ, ഈ പ്രാവശ്യത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഗവർണർ പ്രസംഗിക്കുന്നത്. എന്താ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാം? കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു.
ഇവർ ഈ ഗ്രഹത്തിലാണോ ജീവിക്കുന്നത്? ഈ ഭൂമിയിലാണോ ജീവിക്കുന്നത്? വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു. ഇനി വല്ല അച്ചടി പെശകാണെങ്കിൽ പോട്ടെ. ഈ വനം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറുപടി പറയുമ്പോൾ പറഞ്ഞു, ഇതേ വാചകം പറഞ്ഞു, കുറഞ്ഞു വരുന്നു. അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് 2019-20 തൊട്ട് ഈ 23-24 വരെയുള്ള മുഴുവൻ കണക്കുകളും ഞങ്ങൾ സർക്കാർ തന്നെ കണക്കാ. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം വാങ്ങിച്ച കണക്കുകൾ, സർക്കാർ പറയുന്ന കണക്കുകൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ, 6-7 വർഷങ്ങൾക്കിടയിൽ നടന്നത് അറിയാമോ? 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ. 60,000-ത്തിലധികം. കൊല ചെയ്യപ്പെട്ടവർ 1000-ത്തിലധികം പേർ. ഗുരുതരമായി പരിക്കേറ്റവർ വിനോദിനെ പോലെ 8,000-ത്തിലധികം ആള്. ഇപ്പൊ സണ്ണി വക്കീൽ വിനോദിന്റെ കാര്യം വിവരിച്ചു. ഞാൻ അടുത്തിരുന്ന് വിനോദിനോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കുക. ആനയുടെ 4 കാലുകൾക്കിടയിലാണ് പെട്ടത്. നഖം കൊണ്ടിട്ടാണ് ഈ കാല് ഈ സ്ഥിതിയിലായി. ആനയുടെ നഖം കൊണ്ട്. ആന എടുത്തൊരു കാല് നെഞ്ചിൽ വെച്ചു. ചവിട്ടണോ വേണ്ടേന്ന് ഒന്ന് ആലോചിച്ചു. ആന ചവിട്ടാതെ കാല് മാറ്റി. പക്ഷെ ആ കാല് വെച്ചില്ലേ, ആ വച്ചപ്പോ 7 വാരിയല്ലുകളാണ് ഒടിഞ്ഞത്. 7 വാരിയല്ലുകൾ. ചവിട്ടിയിരുന്നെങ്കിൽ പിന്നെ വിനോദ് ഇവിടെ ഇല്ല. 7 വാരിയല്ലുകൾ വെറുതെ വെച്ചതാണ്. ചവിട്ടണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ആ ആക്രമണത്തിൽ പെടുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ ചെന്നപ്പോ 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നോട് ചോദിച്ചു, സാറേ ഞാൻ അനാഥയായി, ഇനി എന്നെപ്പോലൊരു കുട്ടി അനാഥയാവില്ലെന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന്. നമ്മുടെ ചങ്കില് കുത്തുന്നൊരു അനുഭവമാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം ജസ്റ്റിന്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം ഉൾപ്പെടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. എത്രമാത്രം കൃഷിസ്ഥലമാണ് തകർന്നു പോയത്. ഞാൻ പറഞ്ഞു, ഈ മലയോരത്ത് പണ്ട് നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിക്കടിയിലെ കൃഷിയാ, കിഴങ്ങ് കൃഷിയാ അല്ലേ? കപ്പയും ചേനയും ചേമ്പും ഒക്കെയാ. പന്നി സമ്മതിക്കോ? ഇപ്പോ നാളികേരം കുരങ്ങനിട്ടുകൊണ്ട് പോകും, മച്ചിങ്ങ പരുവത്തിലാകുമ്പോൾ ഇട്ടുകൊണ്ട് പോകും ഇല്ലേ? ആന വാഴ നശിപ്പിക്കും, തെങ്ങ് നശിപ്പിക്കും, എല്ലാം തകർക്കും. വയലുകളിൽ വേറെ പന്നിയുടെ ആക്രമണം നിരന്തരമായി. ഇപ്പൊ ഞങ്ങൾക്ക് അപ്പുറത്ത് ആറളത്ത് വെച്ച് ഒരു സിസ്റ്റർ പരാതി തന്നത്, വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അവരുടെ മഠം. അതിലെ മുഴുവൻ വന്യമൃഗങ്ങളാണ് അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും. അത്രമാത്രം വനാതിർത്തി മാത്രമല്ല, വനാതിർത്തി കടന്ന് നാട്ടിലേക്കും ഈ പ്രശ്നങ്ങളുണ്ടായി. പരിഹാരം വേണ്ടേ? ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്ന എന്താ? മുൻ വനമന്ത്രിയായ ശ്രീ കെ സുധാകരൻ MP പറഞ്ഞു, അദ്ദേഹം ചെയ്തപ്പോഴുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി വിജയത്തിലെത്തിയില്ല. അന്ന് ഇത്രയും പ്രശ്നമില്ല, ഇത്രയും രൂക്ഷമായ പ്രശ്നം അന്നില്ല. പരമ്പരാഗതമായ രീതികളുണ്ട് അല്ലേ? ആനയുടെ കിടങ്ങ് കുഴിക്കുക, ആറളത്ത് കെട്ടിയതുപോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കെട്ടിയതുപോലെ മതിൽ കെട്ടുക, സൗരോർജ വേലി വയ്ക്കുക, റെയിൽ ഗാർഡ് വയ്ക്കുക, കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾക്കറിയോ? ഒന്നും ചെയ്തിട്ടില്ല. പൂജ്യമാണ് ചെലവാക്കിയ പണം, പൂജ്യം. ഈ വന്യജീവി ആക്രമണം കേരളത്തിൽ ഇത്രമാത്രം വർദ്ധിച്ചു വന്ന ഈ 4 കൊല്ലം പരമ്പരാഗതമായ രീതിയിൽ വന്യജീവികളെ പ്രതിരോധിക്കാൻ 1 രൂപ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. 1 രൂപ മുടക്കിയിട്ടില്ല. നമ്മുടെ ഡിമാൻഡ് എന്താണ്? പരമ്പരാഗതമായ രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കണം. മതിൽ കെട്ടാൻ, കിടങ്ങുകൾ ഉണ്ടാക്കാൻ, സൗരോർജ വേലി ഉണ്ടാക്കാൻ. അതുമാത്രം പോരാ. ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ ഈ മൃഗങ്ങളെ വരുന്നതറിയാൻ
ഉള്ള സംവിധാനങ്ങളുണ്ട്. വരുന്നത് അറിഞ്ഞാൽ അതിനെ തിരിച്ചോടിക്കാനുള്ള ആധുനികമായ സംവിധാനങ്ങളുണ്ട്. ചിലതിനെ ശബ്ദമുണ്ടാക്കി ഓടിക്കും. പല സംവിധാനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ അന്വേഷിച്ചോ, വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ആക്രമണം ഉണ്ടായ സ്ഥലം. ഇപ്പം ആനയുടെ ശല്യമില്ല. തമിഴ്നാട് ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും മധ്യപ്രദേശും ഹിമാചൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരികയാണ്. വനാതിർത്തികളിൽ മൃഗങ്ങൾ എത്താതിരിക്കാൻ, എത്തിയാൽ തിരിച്ചോടിക്കാൻ ഉള്ള പുതിയ മാർഗങ്ങൾ. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഈ വനം വന്യജീവി വകുപ്പ് സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നതല്ലാതെ ഇങ്ങനെയുള്ള ഒരു മാർഗവും അന്വേഷിച്ചവർ പോയിട്ടില്ല. ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വനസംരക്ഷണത്തിനോട് ഒരു വിയോജിപ്പുമില്ല, അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിൽ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലാണ് വനം. ഇനി വനം വേണ്ട. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. മറക്കാമോ? എന്നിട്ട് ഇപ്പം എന്താ, ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. ശ്രീ അപ്പു ജോസഫ് ഇവിടെ ഇരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഏലത്തോട്ടങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആക്കുക. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം നാളെ റിസർവ് ഫോറസ്റ്റ് ആയാൽ എന്താ സ്ഥിതി? ബഫർ സോൺ, കട്ടപ്പന ടൗൺ ബഫർ സോൺ ആവും. ബഫർ സോൺ റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസ് ആണ്. മനുഷ്യന് ജീവിക്കണ്ടേ? ഇവിടെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. എന്താ? മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന അറിയാമോ? തുച്ഛമായ തുക. അത് മാറ്റണം. ഇപ്പോഴും 4000-ഓളം ആളുകൾക്ക് കൊടുക്കാനുണ്ട്. ഈ മനുഷ്യനൊന്നും കിട്ടിയില്ല. 15 ലക്ഷം രൂപ. 8000-ലധികം ആളുകളാ വിനോദിനെ പോലെ ഇങ്ങനെ കിടക്കുന്നത്, പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് ഈ പാവപ്പെട്ട മനുഷ്യരെ എവിടെ നിന്നെടുത്ത് ചെലവാക്കാന്? ആരാ സംരക്ഷിക്കേണ്ടിയിരുന്നത്? സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് അവരുടെ ചികിത്സാ ചെലവ് കൊടുക്കണ്ടേ? വേണ്ടേ? ബഫർ സോൺ വിഷയം ഗവൺമെന്റ് വലിച്ചു നീട്ടിക്കൊണ്ടുപോവാ. നമ്മൾ എത്ര പ്രാവശ്യം കൊണ്ടുവന്നു ബഫർ സോൺ വിഷയം? പരിഹാരമില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വെറുതെ യാത്ര നടത്തല്ല, നിയമസഭയ്ക്കകത്ത് ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ച് ഒരു നിയമസഭാ സമ്മേളനം പോലും ഈ മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടം പറയാതെ ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ഒരു നിയമസഭാ സമ്മേളനം പോലും. അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് കണ്ടത്. നിവർത്തിയില്ലാതായപ്പോഴാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ ജാഥയുടെ ഒന്നാമത്തെ ഉദ്ദേശം ഇത് കേരളത്തിലെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും മുന്നിലുള്ള ഒന്നാമത്തെ പരിഗണനാ വിഷയമായി കൊണ്ടുവരിക. ഉറപ്പായും രണ്ടാമത് അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക. ഞങ്ങൾ MP-മാരോട് പറഞ്ഞിട്ടുണ്ട്, വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കേരളത്തിൽ ജയിച്ച എല്ലാ MP-മാരും ഒറ്റക്കെട്ടായി നിന്ന് UDF MP-മാർ പാർലമെന്റിൽ പോരാടും. ഒറ്റക്കെട്ടായി ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തും. കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം ഓരോന്നിനും പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവര് പരിഹരിച്ചില്ലെങ്കിൽ ഇനി അധികം സമയമൊന്നുമില്ല ഇത് അവസാനിക്കാൻ. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അത് കേരളത്തിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത്തെ പരിഗണന ഈ വിഷയത്തിന് കൊടുത്തുകൊണ്ട് പരിഹാരമുണ്ടാക്കും. ഇപ്പൊ ചെയ്യുന്ന എന്താ? നിങ്ങളെ നിങ്ങളുടെ വിധിക്ക് വിടുക. കടുവ കടിച്ചു കൊല്ലുകയോ
ആന ചവിട്ടിക്കൊല്ലുകയോ കാട്ടുപോത്ത് കുത്തി മലർത്തുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വിധി. അതല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്. നിങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുക. വിധി, നിങ്ങളുടെ വിധി എന്താണ്? വിട്ടുകൊടുക്കുക. സർക്കാരിന് ഒരു കാര്യവുമില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉള്ള അധികാരങ്ങൾ നിയമത്തിലുണ്ട്. അതിന് വിൽ പവർ വേണം, ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തി തീരെയില്ല. ഞങ്ങളിത് അവതരിപ്പിക്കുമ്പോൾ മന്ത്രി ചോദിക്കുകയാണ്, ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിനും ഈ വനാതിർത്തിയിലെ ജനങ്ങളോടൊരാഭിമുഖ്യമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത് കേട്ടാൽ അറിയാം. ഞാൻ സമയക്കുറവ് മൂലം കഴിഞ്ഞ 8 കൊല്ലക്കാലമായി, അതിനു മുമ്പും ഇപ്പോഴും ഇതിനു വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്ക് എനിക്ക് കാണാതെ അറിയാം. കുറച്ച് കൊണ്ടുവരിക. അവസാനം വട്ടപൂജ്യമാണ്. ഒരു പൈസയും ചെലവാക്കുന്നില്ല. നീക്കിവച്ച പൈസ പോലും ചെലവാക്കുന്നില്ല. ബജറ്റിൽ നീക്കിവച്ച പൈസ പോലും ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കാതെ പോവുക. ഒരുപാട് പ്രശ്നങ്ങൾ, കാർഷിക മേഖല, വിലത്തകർച്ച, അല്ലേ, കീടനാശിനിയുടെ വളത്തിന്റെ വില കൂടി, കൂലിച്ചെലവ് വർദ്ധിച്ചു, ജീവിക്കാൻ നിവർത്തിയില്ലാതെ മനുഷ്യർ നിൽക്കുക. നിങ്ങളെ ഈ ജാഥ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. നിങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വാക്കു പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളെ സ്നേഹം ചാലിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ ജാഥയെ ഹൃദയത്തിലേറ്റിയതിന് ഞാൻ ഈ മലയോര ജനതയോട് നന്ദി പറയുന്നു. ഈ പോരാട്ടം ആരംഭിക്കുന്നേയുള്ളൂ എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഹാരാർപ്പണമാണ്. ഹാരാർപ്പണത്തിന് ശേഷം നിവേദനം സ്വീകരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഈ സമീപകാലത്ത് ഈ സമീപ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ അക്രമത്തിൽ മരണപ്പെട്ട പേരുകൾ, ഞാൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ പേര് മാത്രമാണ് പറഞ്ഞ്. അമ്പായത്തോട്ടിലെ ജോസഫ് ഏട്ടൻ, പന്നിയാമലയിലെ ആഗസ്തി മേൽപ്പനാന്തോട്ടം, താഴെപ്പാച്ചുരത്തെ പട്ടികവർഗ കോളനിയിലെ ഗോപാലേട്ടൻ, അതുപോലെ തന്നെ ചിട്ടിയാമ്പറമ്പിലെ ബിജു, ഈ പേരുകൾ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ്നമിക്കുക. ഹാരാർപ്പണമാണ്. ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി DCC സെക്രട്ടറി PC രാമകൃഷ്ണൻ, KPCC മെമ്പർ ശ്രീമതി ലിസി ജോസഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ, DCC സെക്രട്ടറി ബൈജു മാസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റ് കോളയാട് കാഞ്ഞിരേരി രാഘവൻ മാസ്റ്റർ, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയി നമ്പുടാകം, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജയ്ഷ ഓളാട്ടുപുറം, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലിസമ്മ ജോസഫ്, കർഷക കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ വടക്കയിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ കൊട്ടിയൂർ ജോണി ആമക്കാട്, കേളകം സന്തോഷ് ജോസഫ്, കണിച്ചാർ ചാക്കോ തൈക്കുന്നേൽ, പേരാവൂർ അഡ്വക്കേറ്റ് ഷെഫീർ, മുഴക്കുന്ന് നമേഷ് KP, കോളയാട് സാജൻ ചെറിയാൻ, മാലൂര് മോഹനൻ ചമ്പാട്, ശിവപുരം അഷ്കർ A, മാങ്ങാട്ടിടം PV രമേശൻ, ചിറ്റാരിപ്പറമ്പ് ബിജു P, കണ്ടംകുന്ന് വിനോദൻ V, പോഷക സംഘടനകളായ മഹിളാ കോൺഗ്രസ് കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിന്ദു പുതുവേലിൽ, INTUC പ്രസിഡന്റ് ഷിൻഡോ P ജോർജ്, ജനശ്രീ പ്രസിഡന്റ് തങ്കച്ചൻ കല്ലടി. ഇനി ആരെങ്കിലും ഹാരാർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പേര് വിളിക്കാതെ തന്നെ വന്ന് ഹാരാർപ്പണം നടത്താവുന്നതാണ്. ഈ യോഗ നടപടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും സംഘാടക സമിതിയുടെ ട്രഷററുമായ പ്രിയപ്പെട്ട ശ്രീ റോയി നമ്പുടാകത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു യാത്രയ്ക്കുള്ള സ്വീകരണം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഈ ജാഥയിലെത്തിയിട്ടുള്ള ജാഥാ നായകൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്കും അതോടൊപ്പം എത്തിച്ചേർന്ന KPCCയുടെ
അധ്യക്ഷനും അതുപോലെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം MP കൂടിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുധാകരൻ അവർക്കും അടക്കം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.